കേൾക്കുമ്പോൾ ആളുകളിൽ അരോചകത്വം സൃഷ്ടിക്കുന്നതാണ് എക്സൈസ് കമ്മീഷന്റെ പരാമർശമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇക്കാര്യം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം വർദ്ധിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ നിയമത്തിൽ ഇല്ലാത്തൊരു കാര്യം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അത് കൃത്യമായും ആ വകുപ്പിന്റെ മന്ത്രി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. 14 സെക്കൻഡ് ഞാനും അത് പത്രത്തിൽ വായിച്ചു. പ്രത്യക്ഷത്തിൽ അത് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു അരോചകം പോലെ തോന്നും. ഒരു സ്വകാര്യ പരിപാടിക്കിടെയായിരുന്നു ഋഷിരാജ് സിംഗിന്റെ വിവാദ പ്രസംഗം. ഒരു പുരുഷൻ 14 സെക്കൻഡിലധികം നോട്ടം കൊണ്ടുപോലും ബുദ്ധിമുട്ടിച്ചാൽ സ്ത്രീയുടെ പരാതിയിന്മേൽ കേസെടുക്കാൻ നിയമമുണ്ട്. എന്നിട്ടും ഇതുവരെ ഇത്തരം ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്തത് സ്ത്രീകൾ മടിക്കുന്നത് കൊണ്ടാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 14 സെക്കൻഡ് വരെ താങ്കൾക്ക് ഒരു ആൺകുട്ടി താങ്കളെ മോശമായിട്ട് കണ്ടു എന്ന് താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിലും ഇയാളെ ജയിലിൽ അയക്കാനുള്ള വകുപ്പ് ഗവൺമെന്റ് താങ്കളെ കൊടുത്തിരിക്കുകയാണ്. ഉപയോഗപ്പെടുത്തുള്ളൂ. പ്ലീസ് യൂസ് ഇറ്റ് ഇഫ് ദാറ്റ് ഈസ് ദ കേസ്. കളരി ആയോധന മുറകൾ സ്കൂൾ സിലബസിൽ നിർബന്ധമാക്കണമെന്നും സ്വയം രക്ഷയ്ക്കായി പെൺകുട്ടികൾ കത്തിയോ കുരുമുളക് സ്പ്രേയോ കയ്യിൽ കരുതണമെന്നും ഋഷിരാജ് സിംഗ് ഓർമ്മിപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.